അങ്ങനെ നമ്മൾ വീണ്ടും ജാക്കിൾസ് ബ്രദേഴ്സിൽ എത്തിയിട്ടുണ്ട്. പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് പുതുതായി തുടങ്ങിയിട്ടുള്ള അവരുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മധുഹൂത്താണ്. അപ്പോൾ മധുഹൂത്ത് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെല്ലാവരും അവിടെ പോയി ഇരുന്നുള്ള സൊറ പറച്ചിലും കളിയാക്കലുകളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന 1-2 പേരൊക്കെ നമ്മളോട് യാത്ര പറയുകയാണ്. അവർ മറ്റ് പല ജോലികളുമായിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജാക്കിൾസ് ബ്രദേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഭക്ഷണം എത്തി, നമ്മുടെ മധുഹൂത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ ആ ഒരു ഭാഗം എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രത്തോളം ഒരു താല്പര്യമില്ലാത്തൊരു സാധനമാണ്. എന്നാൽ കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കുകയും ചെയ്യും. കാരണം ഇതൊരു മസാലയൊന്നും പിടിക്കാത്ത പോലുള്ളൊരു സംഭവമാവും. അൽഫാമ് പോലെ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു റൈസൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറബിൾ റൈസ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് ചിരിയും കളിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇവരുടെ ആ ഒരു സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം അവർ നമുക്ക് 14 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് അവർ ഒരുക്കി തന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാനും കഴിക്കാനൊക്കെ പറ്റി. പിന്നെ അവരുടെ ഒരു സെർവിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുഡ് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കെല്ലാം മധുഹൂത്ത് ഇഷ്ടമുള്ള ആളുകളാണ്. ഞാൻ ഈ ഒരു ചിക്കൻ്റെ പേരിൽ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്തായാലും രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ എനിക്ക് കുറച്ച് മസാലയൊക്കെ ഉള്ള ഐറ്റംസാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ ടീമിൽ നിന്ന് പോകുന്ന വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ കാണാം. അപ്പോൾ അവരൊക്കെ പോയി ഉഷാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. എന്തായാലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അത് അതിമനോഹരമായി തന്നെ ആസ്വദിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് പിരിയുമ്പോൾ അതൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളോട് യാത്ര പറയുന്ന ചില ആളുകളൊക്കെ വീണ്ടും അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളും തമാശകളും ഒക്കെ പറയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്യാമിനൊരു അൽഫാം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്യാമ അൽഫാം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അൽഫാമും ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഷവായൊക്കെ ഉണ്ട്. ഷവായും അത്യാവശ്യം കുഴപ്പമില്ല. ബ്രോസ്റ്റ് ഉണ്ട്. ഇവരുടെ ഒരു ഫേമസ് ഐറ്റം ബ്രോസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ബ്രോസ്റ്റിനൊക്കെ നല്ല ആരാധകരുള്ളൊരു ടീമാണ് നമ്മളെ ബ്രദേഴ്സ്. ഇപ്പോൾ ബ്രദേഴ്സിൻ്റെ പുറത്തിറങ്ങി നമ്മളെ സനൂപും ടീമൊക്കെ നമ്മളോട് നിഹാദൊക്കെ നമ്മളോട് യാത്ര പറഞ്ഞ് അങ്ങനെ അവർ വേറെ വഴിയിലേക്ക് പിരിഞ്ഞു. അപ്പോൾ ഞങ്ങളും പോകാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ജാക്കിൾസ് ബ്രദേഴ്സ് വരുന്നത് കേട്ടോ. പാണ്ടിക്കാട് ഒറവമ്പുറത്താണ്. ആ ഒരു പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഒരുപാട് വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ മധുഹൂത്തൊക്കെ കഴിച്ചോളൂ, അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.